ഇന്ന് ജൂൺ 7 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് കർണിക എന്നൊരു മലയാളം സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമ ഇപ്പോഴത്തെ സിമ്പിൾ സൗത്ത് OTT പ്ലാറ്റ്ഫോമിലൂടെ മലയാളം ഭാഷയിൽ മാത്രം കഴിഞ്ഞ ദിവസം OTT റിലീസ് ആയിരിക്കുകയാണ്. രണ്ടാമത്തേത് ഒരു വിദേശ രാജ്യ ചിത്രം ഡിസ്നിയുടെ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സ്നോ വൈറ്റ് എന്നാണ് സിനിമയുടെ പേര്. വരുന്ന ജൂൺ 11 സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ആകുകയാണ്. മൂന്നാമത്തേത് ഡിയർ ഡാഡി എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നാളെ ജൂൺ 8 ETV വിൻ എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ തെലുഗു സിനിമ OTT റിലീസ് ആകുന്നതാണ്. നാലാമത്തേത് ദി അക്കൗണ്ടന്റ് എന്ന ഡയറക്റ്റ് OTT സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ആമസോൺ പ്രൈമിൻ്റെ സിനിമ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുഗു, മലയാളം, കന്നഡ ഭാഷകളിൽ ഇപ്പോൾ പ്രൈമിൽ ലഭ്യമാണ്. അഞ്ചാമത്തേത് നേരത്തെ മലയാളത്തിൽ OTT റിലീസായ വടക്കൻ എന്ന സിനിമയുടെ തമിഴ് ഡബ് അപ്ഡേറ്റ് ആണ്. ചിത്രം ഇപ്പോഴത്തെ ആഹാ തമിഴ് OTT പ്ലാറ്റ്ഫോമിൽ തമിഴ് ഭാഷയിൽ മാത്രം OTT റിലീസ് ആയിരിക്കുകയാണ്. ഗ്രൗണ്ട് സീറോ നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഇമ്രാൻ ഹാഷ്മി ചിത്രമാണ്. സിനിമ ഇപ്പോൾ ഹിന്ദി ഭാഷയിൽ മാത്രം ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ആയിരിക്കുകയാണ്. അടുത്ത രണ്ട് അപ്ഡേറ്റുകൾ വരുന്ന ആഴ്ച മലയാളത്തിൽ നിന്നും OTT റിലീസ് ആകുമെന്ന ഒഫീഷ്യൽ പ്രഖ്യാപനം വന്ന ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്ന രണ്ട് സിനിമകളുടെ അപ്ഡേറ്റുകളാണ്. അതിലൊന്ന് പടക്കളം എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സുരാജ് വെന്നാറമോട് ഒപ്പം തന്നെ ഷറഫുദ്ദീൻ തുടങ്ങിയവർ അഭിനയിച്ച പടക്കളം ഈ വരുന്ന ജൂൺ 10 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ആകുന്നതാണ്. പാൻ ഇന്ത്യൻ ഭാഷകളിൽ സിനിമ ലഭ്യമാകും. വീഡിയോയിലെ അവസാനത്തെ അപ്ഡേറ്റ്, എട്ടാമത്തെ അപ്ഡേറ്റ് ആലപ്പുഴ ജിംഖാന അപ്ഡേറ്റ് ആണ്. ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ഒരുപാട് പ്രേക്ഷകർ OTT റിലീസിനായിട്ട് കാത്തിരിക്കുന്ന വിഷു ക്ലാഷ് വിന്നർ സിനിമ കൂടിയ ആലപ്പുഴ ജിംഖാന സോണി ലിവിലൂടെ വരുന്ന ആഴ്ച ജൂൺ 13 OTT റിലീസ് ആകുകയാണ്. ഒഫീഷ്യൽ OTT പ്രഖ്യാപനവും ട്രെയിലർ എല്ലാം തന്നെ പുറത്തു വന്നു കഴിഞ്ഞ സിനിമ പാൻ ഇന്ത്യൻ ഭാഷകളിൽ സോണി ലിവിൽ ജൂൺ 13 ലഭ്യമാകും. കാത്തിരിക്കാം OTT റിലീസിനായിട്ട്.